ഹലോ നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഡൽഹിയിലാണുള്ളത്. ആഗ്രയിലെ താജ്മഹലിൻ്റെ സൺറൈസ് വ്യൂ ഒക്കെ കണ്ട് നമ്മൾ യമുന എക്സ്പ്രസ് ഹൈവേ വഴി അങ്ങനെ ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഡൽഹിയിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ന്യൂഡൽഹി, ഡൽഹി കണ്ടോൺമെൻറ്റ് എന്നീ പറയുന്ന 3 സ്ഥലങ്ങൾ കൂടി ചേർന്നതാണ് ഡൽഹി സംസ്ഥാനം. ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹി ഉൾപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി അഥവാ ദില്ലി. 1.7 കോടി ജനസംഖ്യയാണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്. മുംബൈ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന മെട്രോ നഗരമാണ് ഡൽഹി. രാഷ്ട്രപതി ഭവൻ, ഇന്ത്യ ഗേറ്റ്, പാർലമെൻറ്റ് മന്ദിരം, റെഡ് ഫോർട്ട്, ജുമാ മസ്ജിദ്, ചാന്ദിനി ചൗക്ക്, കുത്തബ് മിനാർ, ലോട്ടസ് ടെമ്പിൾ, അങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളാണ് നമുക്ക് ഡൽഹിയിൽ കാണാനുള്ളത്. നമ്മൾ വന്ന് ജൂലൈയിലായതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടായിരുന്നു ആ ടൈമിലുണ്ടായിരുന്നത്. സാധാരണ ജൂലൈ അവസാനത്തിലാണ് അവിടെ മൺസൂൺ മഴ കിട്ടുന്ന സമയം. പ്രൈവറ്റ് വണ്ടികൾ ഒഴികെയുള്ള എല്ലാ വണ്ടികളും അവിടെ CNG യൂസ് ചെയ്യണമെന്നാണ് നിയമം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മെട്രോ സർവീസ് ഉള്ള സ്ഥലമാണ് ഡൽഹി. അപ്പോൾ നമ്മൾ ആദ്യം ഇന്ന് പോകുന്നത് രാഷ്ട്രപതി ഭവനിലേക്കാണ്. രാഷ്ട്രപതി ഭവൻ്റെ ടിക്കറ്റുകൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മുന്നേ ഓൺലൈൻ ത്രൂ. വളരെ ലിമിറ്റഡ് ടിക്കറ്റാണ് ഒരു ദിവസം അവർ തരുള്ളൂ. അതും ഒരാഴ്ച മുന്നേ അവർ ആ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ സൈറ്റിൽ ഇടുള്ളൂ, അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ. പിന്നെ രാഷ്ട്രപതി ഭവനിൽ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടിക്കറ്റ് അവൈലബിൾ ആവില്ല ആ ദിവസങ്ങളിൽ. അപ്പോൾ നമ്മൾ ആ വെബ്സൈറ്റ് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണം ടിക്കറ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം 3-3.5 മണിക്കൂർ ട്രാവൽ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ രാഷ്ട്രപതി ഭവനിലേക്ക് ഇറങ്ങിയത്. INA മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഒരു മലയാളി കടയിലായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇനി രാഷ്ട്രപതി ഭവനിലേക്കാണ് പോകുന്നത്. നമ്മളിന്ന് രാഷ്ട്രപതി ഭവൻ കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ആഗ്രയിൽ നിന്ന് ഇറങ്ങുന്ന ടൈമും ഡൽഹിയിൽ എത്തുന്ന ടൈമും നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈമിന് ഇവിടെ എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ സിബിച്ചേട്ടുള്ളതുകൊണ്ട് കറക്റ്റ് പുള്ളിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു നമ്മൾ എങ്ങോട്ടേക്ക് പോകണമെന്നുള്ളതിൻ്റെ. അപ്പോൾ അതിനനുസരിച്ച് പുള്ളി നമ്മളവിടെ കറക്റ്റ് ടൈമിന് തന്നെ എത്തിച്ചു. അപ്പോൾ ആ സർക്കിളിലിരിക്കുന്ന വീടാണ് ഇവിടെ പ്രധാനമന്ത്രി ആയിരുന്ന ഇയാളുടെ വീട്. പേര് നെഹ്റുവിന്റെ വീട്, ആദ്യത്തെ പ്രധാനമന്ത്രി. എവിടെ വീട്? ലാസ്റ്റ് ഈ തിരക്കങ്ങ് ചെല്ലുമ്പോൾ നമ്മൾ ഇടത് ദിവസം കാണാം. അതിനെ കറങ്ങിയപ്പോ ഹൈഫൈ ഏരിയ. ഈ ഗാന്ധിയുടെ ചിത്രമുള്ളത് നമുക്ക് നാളെ ലൈബ്രറിയാണ്. അങ്ങോട്ട് 11 മൂർത്തിയാണ്. അതുകൊണ്ട് 11 നമ്പർ, 11 മൂർത്തി ഈ സ്ഥലത്തിന്റെ പേര്. ഈ സ്ഥലത്തിന്റെ പേര് 11 മൂർത്തി. 11 മൂർത്തി ഉണ്ട് അതിനകത്ത് പാതിരിയും പട്ടക്കാരനല്ലോ. ഏകദേശം 330 ഏക്കറുള്ള 340 റൂമുകളുള്ള 4 നില കെട്ടിടമാണ് നമ്മുടെ രാഷ്ട്രപതി ഭവൻ. 1912 പണി തുടങ്ങിയ ഈ മന്ദിരം 17 വർഷം എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. 1929 ബ്രിട്ടീഷ് വൈസ്രോയി താമസിച്ചിരുന്ന ഈ മന്ദിരം 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് രാഷ്ട്രപതി ഭവൻ എന്ന് പേരിട്ടത്. ₹50 നമുക്ക് രാഷ്ട്രപതി ഭവൻ കാണാൻ വരുന്നതിന് വരുന്ന ഫീസ്. നമ്മളവിടെ എത്തിയതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് അകത്തേക്ക് ഒരുവിധ ഇലക്ട്രോണിക് സാധനങ്ങളും അവർ അനുവദിക്കില്ല കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി ഭവൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രസിഡൻഷ്യൽ പാലസാണ് ഇന്ത്യയിലെ ഈ രാഷ്ട്രപതി ഭവൻ. മെയിൻ ബിൽഡിങ്ങിലാണ് നമുക്ക് ഗൈഡിനെ അവർ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈഡ് വരും. നമ്മൾ ഓൾറെഡി ബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് QR കോഡ് സ്കാൻ ചെയ്തപ്പോൾ അവർ ഓക്കെ പറഞ്ഞ് നമ്മുടെ ഒരു ഫോട്ടോ എടുക്കും ഇവിടുന്ന്. അത് കഴിഞ്ഞിട്ട് ഗൈഡിനെ നമുക്ക് അലോട്ട് ചെയ്തിട്ട് തരും. അപ്പോൾ ഗൈഡ് വരും. നമുക്കിപ്പോൾ ഓൾറെഡി ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. മുംതാസ് എന്ന് പറയുന്ന ആളാണ് നമുക്ക് ഗൈഡായിട്ട് വരുന്നത്. രാഷ്ട്രപതി ഭവൻ്റെ മുകളിൽ കാണുന്ന നമ്മുടെ ദേശീയ പതാകയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദേശീയ പതാക ഏറ്റവും ടോപ്പിലാണ് കെട്ടിയിരിക്കുന്നതെങ്കിൽ രാഷ്ട്രപതി അതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് അർത്ഥം. മിഡിലാണെങ്കിൽ രാഷ്ട്രപതി ഇന്ത്യയിൽ എവിടെയോ ഉണ്ട്. ദേശീയ പതാക ഏറ്റവും താഴെയാണ് കെട്ടിയിരിക്കുന്നതെങ്കിൽ രാഷ്ട്രപതി ഇന്ത്യയിലില്ല.
രാഷ്ട്രപതി ഭവൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. സംഭവം എന്ന് വെച്ചാൽ ഫോണ് അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഉള്ളിലത്തെ കാഴ്ചകൾ നമുക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് ഗൈഡ് ഉണ്ടായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ലോട്ടിനനുസരിച്ചാണ് നമുക്കൊരു ഗൈഡിനെ അവരെ അലോട്ട് ചെയ്ത് തരിക. അപ്പോൾ ഗൈഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. 4-5 ഹാളുകളുണ്ട്, ദർബാർ ഹാൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സത്യപ്രതിജ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഇതിൻ്റെ പിന്നിലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാഷ്ട്രപതി ഭവൻ കണ്ട് തിരിച്ചിറങ്ങി. ലൈഫിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. രാഷ്ട്രപതി ഭവൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരുപാട് വലിയ മഹത് വ്യക്തികളൊക്കെ വന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളും പോയത്. ആ ഒരു മൊമെൻ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നീട് നമ്മൾ പോയത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അടുത്തേക്കായിരുന്നു. പുതിയ പാർലമെൻറ്റും പഴയ പാർലമെൻറ്റും രാഷ്ട്രപതി ഭവൻ്റെ തൊട്ടടുത്തായിട്ടാണുള്ളത്. ഇത് സൗത്ത് ബ്ലോക്ക്, അത് നോർത്ത് ബ്ലോക്ക്. ആ സെൻട്രൽ ഒരു വഴിയുണ്ട്, അതാണ് മുകളിലേക്കുള്ള വഴി. അത് പഴയ പാർലമെന്റ്. പഴയ പാർലമെന്റ് അത്. മറ്റേത് പുതിയ പാർലമെന്റ്. അതാ പുതിയ പാർലമെന്റ്. പാർലമെൻറ്റിൻ്റെ ആ പരിസരത്തൊന്നും നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. അത്രയും ഹൈ സെക്യൂരിറ്റി ഉള്ള ഏരിയാസാണ് ഇതൊക്കെ. ഇത് 1500 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് പോകും. ഉദ്യോഗ ഭവൻ. ഇതാണ് ഉദ്യോഗ ഭവൻ. ഉദ്യോഗമുള്ളവരുടെ ഭവൻ. അപ്പോൾ ഇന്നത്തെ രാഷ്ട്രപതി ഭവൻ്റെ വീഡിയോ നമ്മളിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഡൽഹിയിലെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ. താങ്ക് യു.